ഒരു ഈടിക്കഥ പ്രവാസി രണ്ടാം ഭാഗം. രചന പ്രകാശ് ബാബു പട്ടത്താനം. അവതരണം രാജീവ് പെരിങ്ങോട്ടുകര. ഒരു ഈടിക്കഥ പ്രവാസി രണ്ടാം ഭാഗം. അങ്ങനെ രാജീവനും കുടുംബവും 4 മണിക്കൂറിൻ്റെ ആകാശയാത്രയ്ക്കൊടുവിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. ഇമിഗ്രേഷനും കസ്റ്റംസും കഴിഞ്ഞ് പുറത്തിറങ്ങി. അവരെ കൂട്ടിക്കൊണ്ടുപോകാനായി രേണുകയുടെ അച്ഛൻ ബാലചന്ദ്രൻ, രാജീവൻ്റെ ചേച്ചി ശിവപ്രിയ, അളിയൻ രാജഗോപാൽ തുടങ്ങിയവർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കുടുംബത്തിലെ പുതിയ അതിഥിയായ ആർദ്രയെ കയ്യിലെടുക്കാൻ വന്നവർ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ ആരോടും ചങ്ങാത്തം കൂടാൻ കൂട്ടാക്കാതെ അമ്മ രേണുകയുടെ ചുമലിൽ പറ്റിപ്പിടിച്ചു കിടന്നു. ഡ്രൈവർ അപ്പുകുട്ടൻ അവർ കൊണ്ടുവന്ന പെട്ടികളൊക്കെ ഡിക്കിയിൽ എടുത്തു വെച്ചു. പെട്ടിയൊക്കെ വെച്ചു കഴിഞ്ഞപ്പോൾ ഡിക്കി അടയുന്നില്ല. ഡ്രൈവർ കയ്യിൽ കരുതിയിരുന്ന കയറ് വെച്ച് ഡിക്കി വലിച്ചു കെട്ടി. ഒരു ചെറിയ പുഞ്ചിരിയോടെ ഡ്രൈവർ സീറ്റിൽ വന്നിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഞെങ്ങിയും ഞരങ്ങിയും എല്ലാവരും കൂടി കൊല്ലത്തേക്ക് യാത്ര തിരിച്ചു. യാത്രയിൽ അപ്പുകുട്ടൻ്റെ കാറിൽ നിന്നും സാധാരണ കേൾക്കാറുള്ള പാട്ട് കാറിനുള്ളിൽ ഒഴുകി നടന്നു. കോടക്കാറ്റു ഞാലാടും കായൽ തീരം, അവിടെ കാറ്റ് കൊള്ളും തള്ളഞണ്ടും പിള്ളഞണ്ടും. കോടക്കാറ്റു ഞാലാടും കായൽ തീരം, അവിടെ കാറ്റ് കൊള്ളും തള്ളഞണ്ടും പിള്ളഞണ്ടും. പഴഞ്ചൊല്ലുകൾ പറയാനും പഴംപാട്ടുകൾ പാടാനും അമ്മയും മോളും തമ്മിൽ തമ്മിൽ പന്തയമിട്ടു നടന്നു. അമ്മയും മോളും തമ്മിൽ തമ്മിൽ പന്തയമിട്ടു നടന്നു. കോടക്കാറ്റു ഞാലാടും കായൽ തീരം, അവിടെ കാറ്റ് കൊള്ളും തള്ളഞണ്ടും പിള്ളഞണ്ടും. കടങ്കഥയിൽ ഉത്തരം മുട്ടിയ നേരം അരിശം കൊണ്ടമ്മ പറഞ്ഞു, പെണ്ണേ, മറ്റുള്ളവരെല്ലാരും മുന്നിലേക്ക് നടക്കുമ്പോൾ, മറ്റുള്ളവരെല്ലാരും മുന്നിലേക്ക് നടക്കുമ്പോൾ എന്തിനു പിന്നോട്ടിങ്ങനെയെന്നും മൂശേട്ടെ നീ ഇഴയുന്നു. എന്തിനു പിന്നോട്ടിങ്ങനെയെന്നും മൂശേട്ടെ നീ ഇഴയുന്നു. കൊച്ചു പരിഷ്കാരി എടിമൂളിയലങ്കാരി, കൊച്ചു പരിഷ്കാരി എടിമൂളിയലങ്കാരി. കോടക്കാറ്റു ഞാലാടും കായൽ തീരം, അവിടെ കാറ്റ് കൊള്ളും തള്ളഞണ്ടും പിള്ളഞണ്ടും. പരിഹാസം കേട്ടു ചിരിച്ചു പാവം മകളമ്മയ്ക്കുത്തരമേകിയേവം. പിൻകാലിട്ടിഴയാനും പിച്ച വെച്ചു നടക്കാനും, പിൻകാലിട്ടിഴയാനും പിച്ച വെച്ചു നടക്കാനും അമ്മയെ നോക്കി പണ്ടു പഠിച്ചത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, അമ്മയെ നോക്കി പണ്ടു പഠിച്ചത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒന്നു പറഞ്ഞു തരൂ അമ്മേ, ഒന്നു പറഞ്ഞു തരൂ, ഒന്നു പറഞ്ഞു തരൂ, മുന്നോട്ടൊന്നു നടന്നു വരൂ. കോടക്കാറ്റു ഞാലാടും കായൽ തീരം, അവിടെ കാറ്റ് കൊള്ളും തള്ളഞണ്ടും പിള്ളഞണ്ടും. ഈ പാട്ട് കേട്ട് ചെവി പോലും തഴമ്പിച്ചു പോയിരിക്കുന്നു. പാട്ടിൻ്റെ താളത്തിനൊത്ത് അപ്പുകുട്ടൻ്റെ അംബാസിഡർ കാറിൻ്റെ സ്റ്റിയറിങ്ങും കറങ്ങിത്തിരിയുന്നുണ്ട്. പ്രണയം തുടിക്കുന്ന ഒരു പാട്ട് പോലും അപ്പുകുട്ടൻ്റെ കാറിൽ നിന്നും ഉയരില്ല. 1 മണിക്കൂർ നീണ്ട യാത്ര അവസാനിപ്പിച്ച് കാർ രാജീവിൻ്റെ കുടുംബ വീടായ മംഗലശ്ശേരി തറവാട് മുറ്റത്തെത്തി നിന്നു. കൊച്ചുമക്കളെ കാണാൻ കാത്തുനിന്ന മുത്തശ്ശി കല്യാണി കൊച്ചുമക്കളെ വാരിപ്പുണർന്നു. ദുർഗയ്ക്ക് കഴിഞ്ഞ വരവിന് മുത്തശ്ശിയെയും മുത്തശ്ശനെയും കണ്ടതിൻ്റെ ഓർമ്മയുണ്ട്. ദീർഘനാളത്തെ കാത്തിരിപ്പിൻ്റെ വൈകാരിക മുഹൂർത്തം മുത്തശ്ശൻ ജയദേവനിൽ പ്രകടമായിരുന്നു. ആർദ്രയാവട്ടെ മുത്തശ്ശി കൈകാട്ടിയപ്പോൾ ചാടി വീഴുന്നു. ഇത് കണ്ട ശിവപ്രിയ പറഞ്ഞു, ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് അവൾ എടുക്കാൻ നോക്കിയിട്ട് വരാതെ അമ്മയെ പറ്റിപ്പിടിച്ചിരുന്നവൾ
ദാ മുത്തശ്ശിയെ കണ്ടപ്പോൾ ചാടി വീണിരിക്കുന്നു. നിന്നെ എനിക്ക് വേണ്ട, എനിക്ക് ദുർഗമോളെ മതി, നീ കള്ളിയാ. ഇത് പറയുമ്പോൾ ഒളുകണ്ണിട്ട് ഒന്നും അറിയാത്ത പോലെ അവൾ പുഞ്ചിരി തൂകിയിരുന്നു. രാജീവൻ്റെ ചേച്ചിമാരുടെ കുട്ടികളായ വിനീഷ്, ഗോപിക, ഉണ്ണി, മാധവ് എല്ലാം അവരെ കൂടെ കൂട്ടാനുള്ള തിടുക്കത്തിൽ നിൽക്കുന്നു. കൂട്ടത്തിൽ വികൃതിയായ മാധവ് ആർദ്രയുടെ കാലിൽ ചുരണ്ടി. അവൾ കാൽ പിന്നോട്ട് വലിച്ച് അവനെ സൂക്ഷിച്ചു നോക്കി മുഖം വീർപ്പിച്ചു. ഗോപിക ചോദിച്ചു, ദുർഗേ, മോൾക്ക് ചേച്ചി ഒരു കാര്യം കാട്ടിത്തരട്ടെ. എന്താ ചേച്ചി? അത് നമ്മുടെ കറുമ്പി പശു കഴിഞ്ഞ ആഴ്ച പ്രസവിച്ചു. അതിനെ കുട്ടിയെ കാണിച്ചു തരട്ടെ. അതിനെ കാണാൻ ദുർഗയ്ക്ക് കൗതുകമേറി. ഗോപികയുടെ പിന്നാലെയായി തൊഴുത്തിലേക്ക് നടന്നു. ഓമനത്വം തുളുമ്പുന്ന ഒരു കൊച്ചു കിടാവിനെ കറുമ്പിത്തള്ളയിൽ നിന്നും കുറച്ച് അകലെയായി കെട്ടിയിട്ടിരിക്കുന്നു. ഗോപിക ഓടിച്ചെന്ന് അതിൻ്റെ നെറ്റിയിലെ ചുട്ടിയിൽ തടവി തലോടി. ദുർഗയ്ക്ക് കിടാവിനെ അകലെ കെട്ടിയിരിക്കുന്നത് കണ്ടപ്പോൾ തെല്ല് സംശയം. ചേച്ചി, എന്തിനാ അതിനെ അമ്മയിൽ നിന്നും മാറ്റിക്കെട്ടിയിരിക്കുന്നത്? അതെ, അവളെ അടുത്ത് കെട്ടിയാൽ പാലൊക്കെ കുടിച്ചു വറ്റിക്കുമത്രേ. പിന്നെ കറക്കാൻ ചെല്ലുമ്പോൾ പാല് കാണില്ല. ചേച്ചി, ഞാനും അതിനൊന്ന് തടവട്ടെ. ഗോപിക അവളുടെ കൈ പിടിച്ച് അതിൻ്റെ നെറ്റിയിൽ തലോടി. ഹർഷപുളകിതയായി അവൾ പൊട്ടിച്ചിരിച്ചു. ഇതൊക്കെ കണ്ടുനിന്ന കറുമ്പിക്ക് തീരെ സഹിക്കുന്നില്ല. അവളുടെ കുട്ടിയെ ഈ പിള്ളേരെല്ലാം ഉപദ്രവിക്കുമോ എന്ന് ഭയന്നിട്ടാകാം അവൾ ഉച്ചത്തിൽ മുറവിളി കൂട്ടുന്നു. വിനീഷ് അവിടേക്ക് ഓടി വന്ന് പറഞ്ഞു, അതെ, നിങ്ങളെ മുത്തശ്ശൻ വിളിക്കുന്നു. മിഠായി തരാനാണെന്ന് തോന്നുന്നു. അത് കേട്ടതും കുട്ടികളെല്ലാം മുത്തശ്ശൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. അദ്ദേഹം കാലയെ കൂട്ടി കരുതി വച്ചിരുന്ന പ്യാരി മിഠായിയുടെ പൊതി അഴിച്ച് കുട്ടികൾക്ക് വീതം വെച്ചു കൊടുത്തു. മിഠായി പങ്കുവച്ചതിൽ തൃപ്തിയില്ലാതെ മാധവ് പിണങ്ങി മാറി നിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയ മുത്തശ്ശൻ അവനോട് കാര്യം ആരാഞ്ഞു. നീ എന്തിനാ കുട്ടിയെ ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കുന്നത്? അത് മുത്തശ്ശൻ എനിക്ക് 2 മിഠായിയല്ലേ തന്നുള്ളൂ, അവർക്ക് 3 വെച്ച് കൊടുത്തില്ലേ? മോൻ പിണങ്ങണ്ട. മുത്തശ്ശൻ നാളെ എൻ്റെ കുട്ടിക്ക് കുറേ അധികം മിഠായി വാങ്ങിത്തരാം, പോരെ? മുത്തശ്ശൻ പറഞ്ഞു പറ്റിക്കാനല്ലേ, മുമ്പും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ല മോനെ, മുത്തശ്ശൻ പറ്റിക്കില്ല, തീർച്ച. ദുർഗ മുത്തശ്ശനോട് പറഞ്ഞു, അച്ഛൻ അബുദാബിയിൽ നിന്നും കുറേ മിഠായി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. പെട്ടി തുറക്കുമ്പോൾ അതിൽ നിന്നും എല്ലാവർക്കും എടുത്തു തരും. മാധവ് ചേട്ടൻ വിഷമിക്കണ്ട കേട്ടോ, അതിൽ നിന്ന് എത്ര വേണമെങ്കിലും ഞാൻ എടുത്തു തരാം. ദുർഗമോളെയും കൂട്ടി എല്ലാവരും പോയി കളിച്ചോളൂ. മാധവനൊരു സംശയം. മുത്തശ്ശ, അപ്പോൾ ആർദ്രയെ കളിപ്പിക്കണ്ടേ? എടാ, അവൾ കളിക്കാറായില്ല. നിങ്ങൾ ഊഞ്ഞാലിൽ കയറ്റിയാൽ അവൾ വീഴില്ലേ? അവൾ നടക്കാറായില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവളെയും കൂട്ടാൻ കേട്ടോ. കുട്ടികൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കർപ്പൂരമാവിൻ്റെ ചൂട്ടിലേക്ക് പോയി. അന്തിച്ചോപ്പണിഞ്ഞ ആകാശത്തേക്ക് നോക്കി അച്ഛൻ്റെ മടിയിലിരുന്ന് ദുർഗ ചോദിച്ചു, അച്ഛാ, ആ പറന്നു പോകുന്ന കാക്കകൾ എവിടേക്കാണ് പോകുന്നത്? മോളെ, അച്ഛൻ്റെ കുട്ടിക്കാലത്തും ഈ കാക്കകളെ നോക്കിയിരിക്കുമായിരുന്നു. സൂര്യൻ ഉദിച്ചുയരും മുമ്പ് തന്നെ ഇവറ്റകൾ കിഴക്കൻ കാവുകളിൽ നിന്നും പറ്റം പറ്റമായി ഇര തേടി പടിഞ്ഞാറൻ കടപ്പുറത്തേക്ക് പോകും. അവിടെ മീൻപിടുത്തക്കാർ ഉപേക്ഷിക്കുന്ന മീനുകളെ ഈ കാക്കക്കൂട്ടങ്ങൾ ഭക്ഷണമാക്കും. പകലന്തിയോളം ഇര തേടുന്ന ഇവ സന്ധ്യ മയങ്ങുന്നേരം കൂടണയും. ഈ കാക്കകളുടെ കൂട് എവിടെയാണ് അച്ഛാ? ഇവിടെ നിന്നും കുറച്ചകലെയുള്ള കാവുകളിലെ വൻമരങ്ങളിലാണ് ഇവ കൂടുകൂട്ടുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന കാക്കകളും അവിടെ നിന്ന് വരുന്നതാണോ? അല്ല മോളെ, ഇതൊന്നും അവിടേക്ക് പോകില്ല. ഇതൊക്കെ നാട്ടുകാക്കകളാണ്. അത് ഇവിടെയുള്ള മാവിലും തെങ്ങിലുമൊക്കെ കൂടുകൂട്ടും. മനസ്സിലായോ? കഥ തുടരും.